ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല കുറച്ച് ടിപ്സ് വീഡിയോകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. കുക്കിംഗ് ഒക്കെ എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരുടെയും അടുക്കളയിൽ ഒരുപോലെ കാണപ്പെടുന്ന ഒന്നാണല്ലോ ഗ്യാസ്. ഗ്യാസ് ഇല്ലാതെ നമുക്ക് ഒരു ദിവസം പോലും മുന്നോട്ട് പോവാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ ഉള്ളത്. അപ്പോൾ ഗ്യാസ് ഉപയോഗിക്കുന്നവരൊക്കെ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട കുറച്ച് നല്ല ടിപ്സുകളാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ പുളിയൊക്കെ ഒരുപാട് കാലം കേടൊന്നും വരാതെ നല്ല ഫ്രഷ് ആയിട്ട് എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ള ഒരു ടിപ്പ് കൂടി നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്യാസ് ഉപയോഗിക്കുന്നവര് മെയിനായിട്ടും ക്ലീൻ ആക്കേണ്ടതാണ് ബർണറ്. ആ ഒരു ബർണർ വളരെ എളുപ്പത്തിൽ ക്ലീൻ ആക്കാൻ പറ്റിയ ഒരു ടിപ്പ് കൂടി ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുണ്ട്. അപ്പൊ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പൊ ഇനി ഒട്ടും സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വേനൽക്കാലത്ത് നമ്മൾ സാധാരണയായിട്ട് അടുത്ത ഒരു വർഷത്തേക്കുള്ള പുളിയൊക്കെ ഉണക്കി സൂക്ഷിക്കാറുണ്ടല്ലോ. പുളി ഒരുപാട് കാലം കേടൊന്നും വരാതെ നല്ല ഫ്രഷ് ആയിട്ട് എങ്ങനെ സൂക്ഷിച്ചു വെക്കാമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. വീട്ടിൽ തന്നെ പുളിമരമൊക്കെ ഉണ്ടെങ്കിൽ പഴുത്ത പുളിയെടുത്ത് നമുക്ക് ഉണക്കിയെടുക്കാം. പുളിയുടെ തോടെല്ലാം കളഞ്ഞ് ഉണക്കിയെടുത്ത പുളിയാണിത്. ഏകദേശം ഒരു 4 ദിവസത്തോളം ഇത് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കത്തി ഉപയോഗിച്ച് ഇതുപോലെ പുളിക്കുള്ളിലെ കുരുവൊക്കെ കളഞ്ഞെടുക്കാം. ഈ ഒരു കുരു കളയാതെ നമ്മൾ പുളി സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ പുളിയൊക്കെ പെട്ടെന്ന് തന്നെ കേടാവും കേട്ടോ. ഈ ഒരു രീതിയിൽ നമുക്ക് കത്തി ഉപയോഗിച്ച് എല്ലാ കുരുവും ഇതുപോലെ മാറ്റിക്കൊടുക്കാം. ഇനി ഈ പുളി നമുക്ക് മൺകലത്തിലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ജാറിലോ ആണ് സൂക്ഷിച്ചു വെക്കേണ്ടത്. നന്നായിട്ട് തന്നെ കഴുകിയെടുത്ത് സൂര്യപ്രകാശത്തിൽ വെച്ച് ഉണക്കിയെടുത്ത ബോട്ടിലാണിത്. ഈ ഒരു ജാറിലേക്ക് നമുക്ക് കുറച്ച് പുളിയിടാം. ഇനി ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി കുറച്ച് പുളി ഇട്ട് കൊടുക്കാം. അതിനു മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കല്ലുപ്പാണ് കേട്ടോ ഞാനിവിടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു ബോട്ടിൽ നിറയുന്നത് വരെ നമുക്ക് ഇതുപോലെ ചെയ്തു കൊടുക്കാം. ഇനി നമുക്ക് ഈ ബോട്ടിൽ അടച്ചു വെക്കാം. ഇങ്ങനെ നമ്മൾ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ 2-3 കൊല്ലം വരെ നമുക്ക് പുളി കേടാവാതെ സൂക്ഷിക്കാവുന്നതാണ്. അപ്പൊ എല്ലാവരും ഈ രീതിയിൽ പുളിയൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ. ഒരുപാട് പുളിയൊക്കെ കിട്ടുന്നവരാണെങ്കിൽ ഈ രീതിയിൽ പുളി ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ. ഒരുപാട് നാൾ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടും കേടൊന്നും കൂടാതെ പുളി സൂക്ഷിച്ചു വെക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കണേ. പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ആക്കാൻ മറക്കല്ലേ. അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് ഗ്യാസ് ഉപയോഗിക്കുന്നവര് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് നല്ല ടിപ്സുകൾ നോക്കാം. ഓരോ ദിവസം ചെല്ലുന്തോറും ഗ്യാസിന്റെ വില അമിതമായി കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്നാൽ ഇനി ഒരു മാസം കൊണ്ട് കത്തിക്കുന്ന ഗ്യാസ് 4 മാസമായാലും തീരില്ല. അപ്പൊ അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഗ്യാസ് സേവ് ചെയ്യാനും സ്റ്റൗ ഒക്കെ ഒരുപാട് നാള് കേടാവാതെ സൂക്ഷിക്കാനും അതുപോലെ തന്നെ എപ്പോഴും നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കാനും പറ്റിയ ടിപ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. നമ്മളെല്ലാവരുടെയും വീട്ടിൽ ഒരുപാട് കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് സ്റ്റൗ ഒക്കെ ഇതുപോലെ വൃത്തികേടായി കിടക്കാറുണ്ടല്ലോ. അതുപോലെ തന്നെ കഞ്ഞിയും പാലും ഒക്കെ തിളച്ചു പോയിട്ട് ബർണറിന്റെ ഉള്ളിലെ ഹോളൊക്കെ അടഞ്ഞ് നല്ലതുപോലെ പൊടിയും അഴുക്കുമൊക്കെ പിടിക്കാറുണ്ടല്ലോ. ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ സ്റ്റൗ ഒന്നും പെട്ടെന്ന് കംപ്ലൈന്റ് ആവുകയും അതുപോലെ തന്നെ തീയൊന്നും കത്താതെ വരികയും ചെയ്യും. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള സ്റ്റൗ പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടാനും എത്ര പഴയ ഗ്യാസ് സ്റ്റൗ ആണെങ്കിലും പുതിയതാക്കി മാറ്റാനും പറ്റിയ ടിപ്പ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്കൊരു സൊല്യൂഷൻ റെഡിയാക്കി എടുക്കാം. ഇതുപോലെയുള്ള ഒരു ബൗളിലേക്ക് കുറച്ച് പേസ്റ്റ് ആണ് കേട്ടോ എടുക്കുന്നത്.
ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് വിനാഗിരിയാണ്. വിനാഗിരി ചേർത്ത് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എത്ര തന്നെ അഴുക്കു പിടിച്ച ഗ്യാസ് സ്റ്റൗ ആണെങ്കിലും, കളറ് മങ്ങിയിരിക്കുന്ന പഴയ ഗ്യാസ് സ്റ്റൗ ആണെങ്കിലും പുതിയതുപോലെ തിളക്കമുള്ളതാക്കി മാറ്റാൻ നമുക്ക് ഈ ഒരു 2 സാധനങ്ങൾ മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ ഒരു സൊല്യൂഷൻ നമുക്ക് സ്റ്റൗവിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു സ്ക്രബ്ബർ ഈ ഒരു സൊല്യൂഷനിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് വെറുതെ ഒന്ന് ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മൾ സ്ക്രബ്ബർ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇതിൽ പറ്റി പിടിച്ച അഴുക്കൊക്കെ ഇളകി പോരുന്നതായിട്ട് കാണാം. സ്പോഞ്ച് ഉപയോഗിച്ച് ഈ ഒരു സൊല്യൂഷൻ നമുക്ക് എല്ലാ ഭാഗത്തായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കാം. എത്ര അഴുക്കും തുരുമ്പും പിടിച്ച കറയാണെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്ക് കളഞ്ഞെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. വിനെഗറും പേസ്റ്റും നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. ഇതുപോലെ നമ്മൾ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിൻ്റെ ബർണർ ഒന്ന് ക്ലീൻ ആക്കാം. മെയിനായിട്ട് നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ ക്ലീൻ ആക്കേണ്ടത് ഈ ഒരു ബർണറാണ്. നമ്മൾ എന്തൊരു സാധനം ഉണ്ടാക്കുമ്പോഴും തിളച്ച് മുകളിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ ആവുന്നത് ഈ ഒരു ബർണറിൻ്റെ സ്ഥലത്താണല്ലോ. എപ്പോഴും നമ്മൾ ബർണർ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയിട്ട് വെക്കണം. ഇതിനുള്ളിലെ ഈ ഒരു ഹോള് അടഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെയിം ശരിക്ക് കത്താതെയാവും. ഗ്യാസ് സ്റ്റൗ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ് ബർണർ ക്ലീനിങ്ങും. അപ്പോൾ ഇനി നമുക്ക് ബർണർ ക്ലീൻ ആക്കാനുള്ള ഒരു സൊല്യൂഷൻ റെഡിയാക്കി എടുക്കാം. ഈ ഒരു ഫ്ലെയിം ഇപ്പോൾ വളരെ മങ്ങിയിട്ടാണ് കത്തുന്നത്. ബർണർ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെയുള്ള ഒരു ബൗളിലേക്ക് കുറച്ച് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് വാളൻപുളിയാണ്. വാളൻപുളി നമുക്ക് കുറച്ച് വെള്ളം ഉപയോഗിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പേസ്റ്റും വാളൻപുളിയും നമുക്ക് നന്നായിട്ട് തന്നെ കൈവച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ക്ലീൻ ആക്കാനായിട്ടുള്ള ബർണർ ഈ ഒരു വെള്ളത്തിലേക്ക് മുക്കി വെച്ച് കൊടുക്കാം. രാത്രിയിൽ നമ്മൾ പണികളൊക്കെ കഴിഞ്ഞ സമയത്ത് ഇതുപോലെ വെച്ചിട്ട് രാവിലെ ക്ലീൻ ആക്കിയാലും മതി. ഒരു അരമണിക്കൂർ കഴിയുന്നത് വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ഗ്യാസ് സ്റ്റൗ ക്ലീൻ ചെയ്യാം. ഇതുപോലെയുള്ള ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് നമുക്ക് വെറുതെ ഒന്ന് ഉരച്ചു കൊടുക്കാം. എത്ര അഴുക്കും ചെളിയും തുരുമ്പും ഒക്കെ പിടിച്ചതാണെങ്കിലും പെട്ടെന്ന് തന്നെ പോയി കിട്ടുന്നതാണ്. എത്ര തന്നെ പഴക്കം ചെന്ന ഗ്യാസ് സ്റ്റൗ ആണെങ്കിലും ഈ ഒരു രീതിയിൽ നമ്മൾ ക്ലീൻ ആക്കുമ്പോൾ പുതിയതായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഒരു ടർക്കിയോ ഒരു ടവലോ എന്തെങ്കിലും ഒരു തുണി ഉപയോഗിച്ചോ ഇതുപോലെ ഒന്ന് നന്നായിട്ട് തന്നെ തുടച്ചെടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു ഉണങ്ങിയ തുണി ഉപയോഗിച്ച് ഈ ഒരു സൊല്യൂഷൻ ഒക്കെ തുടച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ച് വെറുതെ ഒന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മതി. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ നമ്മൾ ക്ലീൻ ആക്കിയാൽ എത്ര വർഷം പഴക്കം ചെന്ന ഗ്യാസ് സ്റ്റൗ ആണെങ്കിലും പുതിയതുപോലെ തന്നെ ആയി കിട്ടുന്നതാണ്. ഇപ്പൊ നമ്മുടെ ഗ്യാസ് സ്റ്റൗ ഒക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ. ഗ്യാസ് സ്റ്റൗ എന്നും തിളക്കത്തോടെയും അതുപോലെ തന്നെ പുതിയതായിട്ടും കിട്ടുന്നതാണ്. ഇപ്പൊ നമ്മുടെ ബർണർ അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പഴയ ബ്രഷ് ഉപയോഗിച്ച് വിമ്മിന്റെ ലിക്വിഡിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മൾ ബ്രഷ് വെച്ച് ഉരച്ചു കൊടുക്കുമ്പോൾ ഹോളിനുള്ളിലെ അഴുക്കൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടുന്നതാണ്. എത്രയൊക്കെ കംപ്ലൈന്റ് ഉള്ളതും ഇതുപോലെ ക്ലീൻ ചെയ്യുമ്പോൾ ക്ലീൻ ആയി കിട്ടും. കടകളിലൊന്നും കൊണ്ടുപോയി പൈസയൊന്നും കളയേണ്ട. ഇതുപോലെയൊന്ന് ഇടക്കൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ. നമ്മുടെ ഈ ബർണറൊക്കെ നന്നായിട്ട് തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ തീ കത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ. മാസത്തിൽ 2 തവണയെങ്കിലും ഗ്യാസ് സ്റ്റവും ബർണറും ഈ ഒരു രീതിയിൽ ക്ലീൻ ആക്കി നോക്കൂ. തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് ആയിരിക്കും കിട്ടുക.
ഗ്യാസ് സ്റ്റവും ബർണറും ഒക്കെ എന്നും നല്ല തിളക്കത്തോടെയും അതുപോലെ തന്നെ പുതിയതായിട്ടും കിട്ടുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.